ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തിസമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. കുമാരനും സുബ്രഹ്മണ്യനും ശക്തി എന്ന ആയുധം, വേലെന്ന ആയുധം കൈവശമുള്ളവനുമായ ആ ചൊവ്വയെ ഞാൻ നമസ്കരിക്കുന്നു. ചൊവ്വ പുരുഷരാശിയിൽ സഞ്ചരിക്കുമ്പോൾ നാം ചിന്തിക്കുന്നത് സുബ്രഹ്മണ്യനെയും, സ്ത്രീരാശിയിൽ ഫെമിനൈൻ സൈൻ സ്ത്രീരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ചിന്തിക്കുന്നത് സാക്ഷാൽ ഭദ്രകാളിയെയും ആകുന്നു. ചാമുണ്ഡി, ഭദ്രകാളി തുടങ്ങിയ തമോമൂർത്തികളെയാണ് ചൊവ്വ യുഗ്മരാശിയിൽ, സ്ത്രീരാശിയിൽ ഫെമിനൈൻ സൈനിൽ നിൽക്കുമ്പോൾ ചിന്തിക്കുന്നത്. പുരുഷരാശിയിലാകട്ടെ ഓജരാശിയിലാകട്ടെ സുബ്രഹ്മണ്യനെയും. 12 രാശികളിൽ 6 രാശികൾ ഓജരാശികളും 6 യുഗ്മരാശികളുമാകുന്നു. ഏതൊക്കെ രാശികളാണ് ഓജരാശികൾ അഥവാ പുരുഷരാശികൾ എന്ന് പ്രിയമുള്ള പ്രേക്ഷകർ അറിയുന്നത്? മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം. ഈ 6 രാശികളാകുന്നു പുരുഷരാശി അഥവാ ഓജരാശി. ഈ ഓജരാശികളിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ചൊവ്വ സുബ്രഹ്മണ്യൻ്റെ ഫലത്തെ പ്രദാനം ചെയ്യും. യുഗ്മരാശികളായ ഇടവം, കർക്കിടകം, കന്നി, വൃശ്ചികം, മകരം, മീനം ഈ രാശികൾ സഞ്ചരിക്കുമ്പോൾ സാക്ഷാൽ ചാമുണ്ഡി, ഭദ്രകാളി മുതലായ ദേവതകളെയും നാം ചിന്തിക്കുന്നു. ഇവിടെ ചൊവ്വ സ്വന്തം ക്ഷേത്രമായ മേടത്തിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് പ്രയാണം ആരംഭിച്ചിരിക്കുന്നു. 45 ദിവസക്കാലമാണ് ചൊവ്വ ഇടവൻ രാശിയിൽ നിൽക്കുന്നത്. ജൂൺ 20 ചൊവ്വയുടെ ഇടവൻ രാശിയിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. അത് ഓഗസ്റ്റ് മാസം 2-ാം തീയതി വരെ 43 ദിനങ്ങൾ ചൊവ്വ ആ രാശിയിൽ ഇടവൻ രാശിയിലേക്ക് വരുന്നു. ഇവിടെ ഇടവൻ രാശി ചൊവ്വയെ സംബന്ധിച്ചോളം സുക്ഷേത്രമാണ്. ശുക്രനും ചൊവ്വയും പരസ്പരം സുഹൃത്തുക്കളാണ്. ചൊവ്വാക്ഷേത്രത്തിൽ ശുക്രൻ വന്നാലും ശുക്രക്ഷേത്രത്തിൽ ചൊവ്വ വന്നാലും അല്ലെങ്കിൽ പരസ്പരം ക്ഷേത്രങ്ങൾ മാറി നിന്നാലും പല വിഷയങ്ങളിലും, പ്രത്യേകിച്ച് സ്ത്രീ വിഷയങ്ങളിൽ അത്ര നല്ലതല്ല. ഇവിടെ ചൊവ്വയുടെ ആശ്രയഫലം എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ഇടവരാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ യുവതി ജിതാൻ സുഹൃക്ഷു വിഷമാൻ പരദാരരതാൻ കുഹക സുവേഷ ഭീരു പരുഷാൻ സിതഭേ ജനയേത്. യുവതികൾ തന്നെ ജയിക്കുമെന്നാണ്, അല്ലെങ്കിൽ തനിക്ക് യുവതികളെ ജയിക്കാം. സുഹൃത്സു വിഷമാൻ സൗഹൃദത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പരദാരരതാൻ അന്യരുടെ സ്ത്രീകളെ ആഗ്രഹിക്കും. ഭീരു പരുഷാൻ വളരെ പരുഷത്തോടുകൂടി പെരുമാറും. പാരുഷ്യത്തോടുകൂടി പരുഷമായി പെരുമാറും. പാരുഷ്യത്തോടുകൂടി പെരുമാറും. ഭീതനാകും. ഇതൊക്കെയാണ് ഇടവൻ രാശിയിലെ ചൊവ്വയുടെ ഫലം. അതിനാൽ നാം മേടം മുതൽ 12 രാശിക്കാരുടെയും ഇടവൻ രാശിയിലേക്കുള്ള ചൊവ്വയുടെ 43 ദിവസത്തെ പ്രയാണം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയത്തെ ചർച്ച ചെയ്യുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മകേര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് 12-ാം ഭാവത്തിലാണ്. 2 ഭാവങ്ങളുടെ ആധിപത്യമാണ് മിഥുനൻ രാശിക്കുള്ളത്. ഒന്ന് 11-ാം ഭാവാധിപത്യം, ലാഭാധിപത്യം. മറ്റൊന്ന് അവരുടെ ശാരീരികമായ ക്ലേശങ്ങൾ, അരിഷ്ടതകൾ, ശത്രുക്കൾ, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവം. ഇവിടെ ചൊവ്വ നിൽക്കുന്നത് 12-ാം ഭാവത്തിലാണ്. നല്ലൊരു ഭാവമാണോ 12-ാം ഭാവം? അല്ല. ശുഭഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം 12-ാം ഭാവം ബുദ്ധിമുട്ടാണ്. ഇവിടെ 12-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ പതിതസ്തു റിഭേ എന്നാണ് വരാഹമികൻ ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ഫലം. പതിതസ്തു റിഭേ 12-ൽ വരുമ്പോൾ പാതിത്യം വീഴ്ച വരും. ഇവിടെ പ്രത്യേകിച്ച് ശാരീരികമായി നേത്രസംബന്ധമായ രോഗം, ഇടത്തെ കണ്ണുമായി ബന്ധപ്പെടുന്ന രോഗം ശ്രദ്ധിക്കണം. അതിനുമപ്പുറം നടുവേദന, ഡിസ്ക് സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ വരണം. പലപ്പോഴും ലാഭം കുറഞ്ഞ് ലാഭാധിപൻ വ്യയസ്ഥാനത്ത് നിൽക്കുന്നു. പല വ്യാപാരത്തിലും വളരെയധികം ധനനഷ്ടങ്ങൾ സംഭവിക്കും. കാരണം 12-ാം ഭാവം ധനനഷ്ടത്തിൻ്റെ ഭാവമാണ്. പാപം വ്യയം ച പതനം നിരയം വാമമമ്പകം സ്ഥാനഭ്രംശം ച വൈകല്യം. ശാരീരിക വൈകല്യങ്ങൾ, സ്ഥാനഭ്രംശങ്ങൾ, ഇതൊക്കെയാണ് 12-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. ശതാക്ഷോഭിതൽ ചക്ഷുതോ ലോഹഗാദേഹി കുജേ ദ്വാദശേ അർത്ഥനാശം കരോതി. ലോഹങ്ങൾ കൊണ്ട് ആഘാതങ്ങൾ ഉണ്ടാകും, വീഴ്ചയുണ്ടാകും, അപകടങ്ങൾ വരാം. രാത്രി യാത്ര ഒരു തരത്തിലും അഭികാമ്യമല്ല. രാത്രി യാത്രയിൽ പലപ്പോഴും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവുക. അപ്പോൾ പ്രകോപിതനാകുമ്പോൾ തനിക്ക് അക്രമങ്ങളെ നേരിടേണ്ടി വരും. അസമയത്തുള്ള യാത്ര, രാത്രി യാത്ര അനുവദനീയമല്ല ഈ 43 ദിവസക്കാലം. കുജേ ദ്വാദശയെ അർത്ഥനാശം കരുതി. പലപ്പോഴും ധനം നശിച്ചു പോകുന്നു. മൃഷ കിംവദന്തി ഭയം. കിംവദന്തികളെ പേടിക്കണം. അസമയത്ത് സുഹൃത്തുക്കളെ വീട്ടിൽ, പെൺസുഹൃത്തുക്കളെ വീട്ടിലൊക്കെ യാത്ര ചെയ്താൽ സദാചാര പോലീസ് ഒന്ന് ബുദ്ധിമുട്ടിച്ച് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും.
അതാണ് ഏറ്റവും വലിയ കാര്യം ശ്രദ്ധിക്കേണ്ടത്. കാരണം 12-ന് ചൊവ്വയുടെ ഫലം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. സ്ത്രീ വിഷയത്തിൽ വളരെയധികം പെട്ടെന്ന് പ്രയാസങ്ങൾ വരും, എടുത്തുചാടി അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് സജീവമാകും, വളരെ അപകടം വരുത്തി വെക്കും. ദസ്യുതോവ കള്ളിനെ കൊണ്ട് ഉപദ്രവം ഉണ്ടാകും. കലി പാരതി ഹേതു ദുഃഖം ജിദ്യം. നല്ലൊരു ഫലമല്ല മിഥുനൻ രാശിക്കാർക്ക് 12-ന് ചൊവ്വ കൊണ്ടുണ്ടാവുക. 45 ദിവസക്കാലം ശ്രദ്ധിക്കണം. ഭൂമി വിവാദങ്ങൾ വരിക, ഭൂമിപരമായ വിഷയത്തിൽ വലിയ ധനനഷ്ടങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെയുള്ള ധാരാളം പ്രയാസങ്ങൾ വരും. നിർബന്ധമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ എന്ത് ചെയ്യണം? ദേഹമുട്ട് ചെയ്യുക ഭദ്രകാളി ക്ഷേത്രത്തിൽ. ശാരീരിക ക്ലേശങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാവട്ടെ. നന്ദി, നമസ്തേ.